നമസ്കാരം. അങ്ങനെ നമ്മുടെ ചാനൽ 50-ലെത്തി നിൽക്കുന്നു. ഇന്ന് 50-ാമത്തെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇതുവരെ ഇത്രയും വീഡിയോസ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. ഒരു ചാനൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊന്നും ശരിയായി മനസ്സിലാക്കാതെ അറിയാതെയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും സ്പീഡിലൊന്നും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. അതിനുശേഷം പലരും ഇങ്ങനെ കുറച്ചുകൂടി സ്പീഡ് വേണമെന്ന് പറഞ്ഞു. പിന്നീട് ഒരു നിഷിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴാണ് ചിലർ പറഞ്ഞത് അതിൻ്റെ ഫോട്ടോസ് ഇല്ലാത്തത് കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ള വീഡിയോസിൽ ഫോട്ടോസ് കൂടി ഉൾപ്പെടുത്തിയാൽ വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞു. പിന്നീട് അങ്ങനെയും ഒരു മാറ്റം വന്നു. ഇങ്ങനെ 50ൻ്റെ നിറവിലെത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ എൻ്റെ എല്ലാ മാന്യ വ്യൂവേഴ്സിനോടും ഒരുപാട് നന്ദി പറയാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. എല്ലാവർക്കും 1000 നന്ദി. ഇനിയും കുറേ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഇതുവരെ അപ്ലോഡ് ചെയ്തത് മുഴുവനും കൺസ്ട്രക്ഷൻ സംബന്ധമായി എനിക്കുള്ള അറിവുകൾ ഷെയർ ചെയ്യുന്ന ഒരു രീതിയിലായിരുന്നു. മാത്രമല്ല കുറേ ടിപ്സ് എന്ന രീതിയിലും കുറച്ച് വീഡിയോസ് ചെയ്തു. എന്നാൽ ഇതൊന്നുമല്ലാതെ കൂടുതൽ പ്രൊഡക്റ്റുകളെല്ലാം പരിചയപ്പെടുത്തുന്ന രീതിയിലുള്ള കുറച്ച് വീഡിയോസ് കൂടി വേണ്ടി വരും എന്ന് തോന്നുന്നു. കാരണം പല കാര്യങ്ങളെക്കുറിച്ചും ഞാൻ പറയുമ്പോൾ ആ മെറ്റീരിയലിനെ കുറിച്ചുള്ള ഒരു വീഡിയോ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായും ഇക്കാര്യം കൂടുതൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ എല്ലാവർക്കും സാധിക്കും എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വീഡിയോസും ഇതോടൊപ്പം അപ്ലോഡ് ചെയ്യാനുള്ള ശ്രമം ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും എന്നറിയിക്കുന്നു. കെട്ടിട നിർമ്മാണ സംബന്ധമായ അറിവുകൾ ഷെയർ ചെയ്യുന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രാജേഷ് മല്ലാർക്കണ്ടി. ഇന്നത്തെ വീഡിയോ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളുകളെ കുറിച്ചാണ്. വീടിനുള്ളിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, എങ്ങനെയാണ് ഒരു വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിൽ ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വീടിനുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ 2 വിധത്തിൽ ചെയ്യാം. ഒന്ന് അടുക്കളയുടെ ഉള്ളിലായിട്ട് ചെയ്യാം. കാരണം 3 സൈഡ് കൗണ്ടർ അടിച്ചിട്ടുള്ള ഒരു അടുക്കളയാണെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് നമ്മൾ പാസേജ് പോലെ ഉപയോഗിക്കുന്ന, വർക്ക് ഏരിയയിലേക്കോ മറ്റോ പോകാൻ ഉപയോഗിക്കുന്ന ഒരു പാസേജ് പോലെയുള്ള ഒരു ഏരിയ ഉണ്ടാകും. ആ ഏരിയയെ വേണമെങ്കിൽ കുറച്ച് വലിയ കിച്ചൺ ആണെങ്കിൽ ഈ വഴിക്ക് തടസ്സമൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ നമുക്ക് ഒരു ചെറിയ ടേബിൾ വേണമെങ്കിൽ അവിടെ അടിക്കാവുന്നതാണ്. ആ ടേബിൾ നമുക്ക് സാധാരണ ഡൈനിങ് ടേബിൾ പോലെ തന്നെ ഉപയോഗിക്കാം. 2 സീറ്റ് വേണമെങ്കിൽ ചെയ്യാം, 3 സീറ്റ് വേണമെങ്കിൽ ചെയ്യാം, 4 സീറ്റ് വേണമെങ്കിൽ ചെയ്യാം. ഇങ്ങനെയുള്ള രീതിയിൽ ഒരു ടേബിൾ നമുക്ക് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ കിച്ചണിൽ നിന്നും നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ ഉപയോഗം കിട്ടും. ഇനി നമുക്ക് കിച്ചൺ കുറച്ച് കൂടുതൽ സൈസ് ഉണ്ടെങ്കിൽ 4 ചെയർ ഇട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കിച്ചൺ വർക്കിംഗ് സ്ലാബ് അടിക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് ഈ കൗണ്ടർ ചുമരിലൂടെ കഴിഞ്ഞതിന് ശേഷം ഒരു ഭാഗം നമുക്ക് ഇരിക്കാനുള്ള രീതിയിൽ ഡൈനിങ് ടേബിൾ പോലെ തന്നെ നമുക്ക് നീട്ടി അടിക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവിടെയും നമുക്ക് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാകും. എന്നാൽ ഇങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ടേബിളുകൾ അടുക്കളയുടെ ഉള്ളിലാണ് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് അതൊരു വർക്കിംഗ് സ്ലാബ് പോലെ തോന്നുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ അത് അത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതി ആയിരിക്കില്ല. കാരണം എപ്പോഴും അതിൻ്റെ ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളും പാചകം ചെയ്യുന്ന സമയത്ത് അത് ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അടുക്കളയിൽ ഇങ്ങനെയുള്ള ചില ബ്രേക്ക്ഫാസ്റ്റ് ടേബിളുകൾ ചിലർ ഉപയോഗിക്കാറില്ല. എന്നാൽ ചിലർ നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കുന്നുമുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ മറ്റൊരു വിധത്തിൽ ചെയ്യാം. അതാണ് കൂടുതൽ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് അനുയോജ്യമായ ഒരു സ്റ്റൈൽ. അതായത് ഡൈനിങ്ങും ഓപ്പൺ കിച്ചണും, ഡൈനിങ്ങിൻ്റെയും കിച്ചണിൻ്റെയും ഇടയിലുള്ള ഒരു ചുമര് ഒഴിവാക്കി നമ്മൾ ഓപ്പൺ കിച്ചൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു ബീമിൻ്റെ നേരെ താഴെയായിട്ട് നമുക്ക് നല്ല ഡീറ്റെയിലിങ്ങോട് കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ചെയ്യാൻ സാധിക്കും. കാരണം ഇവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ചെയ്യുകയാണെങ്കിൽ ഡൈനിങ്ങിൻ്റെയും കിച്ചണിൻ്റെയും ഇടയിലായിട്ട് ഒരു സ്പേസ് നമുക്ക് കൂടുതൽ ഭംഗിയുണ്ടാക്കുന്ന രീതിയിൽ ചെയ്യാൻ സാധിക്കും. ഈ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് മുകളിലായിട്ട് നമുക്ക് ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തുകൊണ്ട് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ നല്ല ഒരു ഇൻറ്റീരിയർ എഫക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ ഇങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ടേബിളുകൾ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആകുമ്പോൾ അത് അടുക്കളയിൽ ഇരിക്കുന്നത് പോലെ തോന്നില്ല, മാറിയ ഒരു ടേബിൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഡൈനിങ്ങിൻ്റെയും ഓപ്പൺ കിച്ചണിൻ്റെയും ഇടയിലുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നമുക്ക് കൂടുതൽ വീടിന് ഭംഗി ഉണ്ടാക്കുന്നതും സൗകര്യം ഉണ്ടാക്കുന്നതും ആണ്.
ഇങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ടേബിളുകൾ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് സാധാരണ ഡൈനിങ് ടേബിളിൻ്റെ ഹൈറ്റ് അടിക്കാതെ നമ്മൾ കുറച്ച് ഉയർത്തിയിട്ട് ഒരു 110 സെൻറ്റിമീറ്റർ ഹൈറ്റിലൊക്കെ നമ്മൾ ബാർ സ്റ്റൂളൊക്കെ ഇട്ട് ഉപയോഗിക്കുന്ന വിധത്തിൽ ചെയ്യുക. കാരണം ഇങ്ങനെ ഹൈറ്റ് കൂട്ടി ചെയ്യുന്ന സമയത്ത് ഇതിന് കൂടുതലൊരു ഭംഗിയുണ്ടാകും. കാരണം നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ ഹൈറ്റ് തന്നെയാണ് നമ്മൾ ഇവിടെയും കൊടുക്കുന്നതെങ്കിൽ രണ്ടും കാണുമ്പോൾ ഒരുപോലെ ഇരിക്കും. കാരണം അടുത്തടുത്ത് ഒരേ ഹൈറ്റിലുള്ള രണ്ട് ടേബിളുകൾ കാണുമ്പോൾ ഭംഗിയുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലം ഇങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നമുക്ക് ഹൈറ്റ് കൂട്ടിയിട്ട് ഒരു 110 സെൻറ്റിമീറ്റർ എല്ലാം ഹൈറ്റുള്ള രീതിയിൽ നമുക്ക് ബാർ ചെയർ ഇട്ടുകൊണ്ട് ഇങ്ങനെയുള്ള ടേബിളിൽ 1.10 ഹൈറ്റുള്ള ഒരു ടേബിളിൽ നമ്മൾ ഇരിക്കണമെങ്കിൽ സാധാരണ ചെയർ മതിയാകില്ല. അതുകൊണ്ട് തന്നെ ബാർ സ്റ്റൂൾ ഇട്ടുകൊണ്ട് ഇവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ നമുക്ക് സൗകര്യത്തോടു കൂടി ആ ഹൈറ്റിനനുസരിച്ചിട്ട് ഇരിക്കാൻ നമുക്ക് സാധിക്കും. ഇങ്ങനെ ഹൈറ്റ് കൂട്ടി ചെയ്യുന്നത് കൊണ്ടുള്ള മറ്റൊരു ഉപയോഗം ഇത് നിന്ന് കഴിക്കുന്ന രീതിയിൽ. കാരണം നമ്മൾ ചെയറിൽ ഇരിക്കാതെ തന്നെ നമുക്ക് ഭക്ഷണം, ഇതിനെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ എന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഏത് സമയത്തും ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്നതാണ്. ഇത് തിരക്കിട്ട് നമ്മൾ ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു അവസരം ഈ 1.10 ഹൈറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്കുണ്ടാകും. കാരണം ആ ടേബിളിൽ നമ്മൾ പ്ലേറ്റ് വെച്ചുകൊണ്ട് നമുക്ക് നിന്ന് കഴിക്കുന്ന സമയത്ത് കുനിയാതെ, മറ്റ് ടേബിൾ പോലെ കുനിഞ്ഞ് ഭക്ഷണം കഴിക്കാതെ നിന്ന് കഴിക്കാനുള്ള ഒരു സൗകര്യം കൂടി ഈ ഹൈറ്റിൽ ചെയ്യുമ്പോഴുണ്ടാകും. മാത്രമല്ല ഈ ഡൈനിങ് ടേബിളിൽ നിന്നും അതേ സ്റ്റൈലിലല്ലാതെ വേറൊരു രീതിയിൽ ഹൈറ്റ് കൂടിയൊക്കെ ബാർ സ്റ്റൂളൊക്കെ ഇട്ട് ഇരിക്കുന്ന സമയത്ത് അതിന് കൂടുതൽ ഭംഗിയുണ്ടാകും. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് ചെയർസ് ഇടുമ്പോൾ അത് ഡൈനിങ്ങിൻ്റെ ഏരിയയിലാണ് എപ്പോഴും ഇടാറ്. കാരണം ഡൈനിങ്ങിൽ നിന്നും കിച്ചണിലേക്ക് നോക്കിയിരിക്കുന്ന വിധത്തിലാണ് നമ്മൾ ചെയ്യുക. അത് 2 ചെയറാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇങ്ങനെ ഇടുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ കിച്ചണിൽ ഇരിക്കാതെ ഡൈനിങ്ങിൽ നിന്നും ഇരിക്കുന്ന പോലെ തന്നെ കിട്ടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങോട്ട് കിച്ചണിലേക്ക് നോക്കിയിരിക്കുന്ന വിധത്തിൽ 2 ചെയർ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. എന്നാൽ 4 ചെയർ ആണെങ്കിൽ 2 എണ്ണം നമുക്ക് കിച്ചണിൻ്റെ ഭാഗത്തും നമുക്ക് ഇടാവുന്നതാണ്. കിച്ചൺ നമുക്ക് സൈസ് ഉണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇതൊക്കെ ഭംഗിയുണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി ചില കേസുകളിൽ ഇങ്ങനെ ഡൈനിങ്ങും കിച്ചണും തമ്മിൽ ഓവർ സൈസൊന്നും ഇല്ലാതിരിക്കുന്ന ഒരവസരത്തിൽ ഡൈനിങ് ടേബിളിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വരികയാണെങ്കിൽ നമുക്ക് നടന്നു പോകാനുള്ള പാസേജ് ഒന്നും ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഡൈനിങ് റൂമിന് കൂടുതൽ സൈസ് ഇല്ലെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഈ ചെയേഴ്സ് ഡൈനിങ് ഏരിയയിൽ ചെയ്യാതെ കിച്ചൺ ഏരിയയിൽ ചെയ്താൽ മതി. കാരണം ഡൈനിങ്ങിൻ്റെ സ്പേസ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതിനുശേഷം ഡൈനിങ്ങിൻ്റെയും കിച്ചണിൻ്റെയും ഇടയിലുള്ള ചുമരാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ പിറകിൽ കൗണ്ടറൊക്കെ, കിച്ചണിൻ്റെ കൗണ്ടറൊക്കെ മറ്റൊരു വഴിക്ക് പോകുന്നുണ്ടാകും. ഈ ഒരു സ്ഥലം നമുക്ക് കിച്ചണ് തടസ്സമില്ലാത്ത ഒരു സ്ഥലത്തായിരിക്കും നമ്മൾ ചെയ്യുക. അതുകൊണ്ട് തന്നെ അതിന് പിറകിൽ കിച്ചണിൻ്റെ ഭാഗത്ത് 2 ചെയർ ഇട്ടാൽ ഡൈനിങ് ഭാഗം നമുക്ക് ആ ഒരു സ്ഥലം ഒഴിഞ്ഞു കിട്ടും. അതുകൊണ്ട് തന്നെ ഡൈനിങ് റൂം കൂടുതൽ കൺജസ്റ്റഡ് ആയിട്ട് തോന്നില്ല. കൂടുതൽ സൗകര്യം നമുക്ക് അവിടെയും ഉണ്ടാകും. കിച്ചൺ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന ഒരു ചെറിയ ഏരിയയിൽ 2 ചെയർ വന്ന് എന്ന് കരുതി ഒരു പ്രശ്നവുമില്ല. നമുക്ക് കിച്ചൺ കൗണ്ടർ ചെയ്യുന്ന ഒരു സ്ഥലവും നമുക്ക് നഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ടേബിളുകൾ നമ്മുടെ വീടിന് ആവശ്യമാണ്, നമുക്ക് നല്ലതാണ്. അത് ഉപയോഗിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ടേബിളുകൾ. ഇങ്ങനെ ചെയ്യുന്ന ബ്രേക്ക്ഫാസ്റ്റ് ടേബിളുകൾ, കാരണം വലിയ ഒരു ഓപ്പണിങ്ങിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് കൂടുതൽ സ്ഥലമുണ്ടെങ്കിൽ 2 ചെയർ ഇടാനുള്ള ഒരു ടേബിൾ നമുക്ക് ആവശ്യമുള്ളെങ്കിൽ ബാക്കിയുള്ള ഒരു സ്പേസ് നമുക്ക് ക്രോക്കറിക്കൊക്കെ ഉപയോഗിക്കാം. കാരണം നമ്മൾ ചുമര് നമ്മളവിടെ ഒഴിവാക്കുന്നുണ്ട്. അത് കിച്ചണും ഡൈനിങ്ങും തമ്മിലുള്ള ആ വലുപ്പം കാണിക്കാനും അത് നല്ല രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് ഭംഗിയോടുകൂടി നിർത്താനും ഒക്കെയാണ്, കൂടുതൽ കാഴ്ചക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നാലും നമുക്ക് ഈ ഒരു സ്പേസിനോട് കൂടിയിട്ട് ഒരു ക്രോക്കറിയൊക്കെ നമുക്ക് അതോടുകൂടി ചെയ്യാം. എന്നാലും വലിയ ബ്ലോക്കൊന്നും തോന്നില്ല. ഇത് വളരെ ലൈറ്റ് പാർട്ടീഷനൊക്കെ ചെയ്ത് ഗ്ലാസ് ഒക്കെ ഇട്ടുകൊണ്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഡൈനിങ്ങിൽ നിന്നാലും ഈ ക്രോക്കറിയുടെ ഉള്ളിലൂടെ കിച്ചൺ കാണാം. അതുകൊണ്ട് തടസ്സമൊന്നും ഉണ്ടാകില്ല. ഒരു ക്രോക്കറിയും അതോടൊപ്പം ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും എന്ന രീതിയിലൊക്കെ ഏത് രീതിയിലും ഇതിന് ഇന്റീരിയർ സപ്പോർട്ട് ഉണ്ടാക്കുന്ന, നല്ല ഭംഗി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ടേബിളുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളുകൾക്ക് വേറെയും ഉപയോഗമുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ അടുക്കളയുടെ ഉള്ളിൽ വെക്കുന്ന ഒരു ടേബിൾ ആണെങ്കിൽ നമുക്ക് ആ ഒരു സ്ഥലം നമുക്ക് കട്ടിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കാം. കാരണം എപ്പോഴും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ യൂസ് ഇല്ല. അതുകൊണ്ട് തന്നെ ബാക്കി സമയത്ത് നമുക്ക് വെജിറ്റബിൾ കട്ടിങ്സിനും മറ്റുമൊക്കെ ആയിട്ട് ഈ ടേബിൾ ഉപയോഗിക്കാൻ സാധിക്കും.
അതുകൊണ്ട് തന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ മാത്രമല്ല, ഇങ്ങനെയുള്ള ചില ആവശ്യങ്ങൾ കൂടി നടക്കുമെന്ന് മനസ്സിലാക്കുക. ഇനി ഡൈനിങ്ങിൻ്റെയും കിച്ചൻ്റെയും ഇടയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിനും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ മാത്രമായി ഉപയോഗിക്കാതെ അതൊരു പാൻട്രി പോലെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതും ഒരു വലിയ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഡിഷുകളെല്ലാം വെച്ചിട്ട് ആ ഒരു ടേബിൾ നിറയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് മാറ്റിയിട്ട് ഈ പാൻട്രി ടേബിളിന് മുകളിൽ നമുക്ക് ഇത്തരം ഡിഷസൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ആവശ്യം വരുന്ന സമയത്ത് മാത്രം വിളമ്പാൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നമുക്ക് മറ്റൊരു പാൻട്രി ടേബിൾ കൂടിയാക്കി ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഇന്റീരിയറിന് ഭംഗി ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് ഡൈനിങ്ങിൻ്റെയും കിച്ചൻ്റെയും സൗകര്യങ്ങൾ കൂടി കൂട്ടാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നമുക്ക് ഉപയോഗപ്പെടും. ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ എങ്ങനെയൊക്കെ ചെയ്യാം എന്ന കാര്യത്തിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഏതായാലും 50ാമത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുവരെ നിങ്ങൾ നൽകിയ എല്ലാ പ്രോത്സാഹനങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.